ഹായ് ഡിയേഴ്സ്, ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ എന്താണ് കേൾക്കേണ്ടത്? ഈ ഒരു നിമിഷത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്? കിങ് ഓഫ് കപ്സ്, നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയത്തെ അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്രഷ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരുന്നതായിരിക്കാം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു. അത് ജോബ് ആവാം, കരിയർ ആവാം, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള എന്തും, അതൊരു യാത്രയാവാം. അത് നിങ്ങളിലേക്ക് വരാൻ അട്രാക്റ്റ് ചെയ്ത്. അതുപോലെ തന്നെ ചില പേരെ സംബന്ധിച്ചിടത്തോളം 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റീയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ അവധിക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ മനസ്സ് മുഴുവൻ ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് വളരെയധികം സന്തോഷിച്ച് ആ ഒരു അവധിക്കാലം കഴിച്ചു കൂട്ടണമെന്നായിരിക്കാം. അത് സാധ്യമാകുന്നു എന്നുള്ളതാണ്. ചില പേർക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫങ്ഷൻ ഒക്കെ മുഖേന കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരെയും കാണാനായിട്ട് സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, ഈ ഒരു ഫങ്ഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരെയും കാണാനായിട്ട് സാധിക്കുമല്ലോ, ഒന്ന് സന്തോഷിക്കാമല്ലോ, പഴയ ഓർമ്മകൾ വീണ്ടും നൊസ്റ്റാൾജിയ അത് വരുമല്ലോ, അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ആഗ്രഹിച്ചവർക്ക് അത് സാധ്യമാണ്. ഇനി ചില പേരെ സംബന്ധിച്ചിടത്തോളം തീരുമാനമാകാതെ കിടക്കുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഫിനാൻസ് കിട്ടാത്തതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടാതെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവാം. ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിൽ മറ്റുള്ള ഒരാളെ സഹായിച്ചതായിരിക്കാം നിങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ അവർക്ക് പണം കിട്ടുന്നില്ല, അവർ നിങ്ങൾക്ക് പണം തിരിച്ചു തരുന്നില്ല. ഇന്ന് തരാം, നാളെ തരാം എന്ന് പറയുന്ന എന്തെങ്കിലും സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ആ ഒരു കാര്യം കേൾക്കേണ്ടതാണ്. അവർ നിങ്ങൾക്ക് പണം കിട്ടും. അത് യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ അത് സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത്. ചില പേർക്ക് ഏതെങ്കിലും ജോബ് കിട്ടുന്നതാണ്. ഇനി ചില പേരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തിട്ട് വളരെ ഭീതി ഉണ്ടായിരിക്കാം. ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ട്, ചിലപ്പോൾ നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള ഏതെങ്കിലും തെറ്റിനെ ഓർത്തിട്ട് ഇനി അത് കൊണ്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അവർ അറിയുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭയങ്ങളുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ ചെയ്തു പോയതായിരിക്കും, അതിനെ സംബന്ധിച്ചുള്ള ഭയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു ശക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർ മുഖേന അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും.